ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ജലപാതകളിലൊന്നായ പനാമ കനാലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും ഒടുവിലത്തെ മുന്നറിയിപ്പ്. ജലപാതയിലൂടെയുള്ള യാത്രയ്ക്ക് US കപ്പലുകളിൽ പനാമ അമിത നിരക്ക് ഈടാക്കുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു. ഞങ്ങളുടെ നാവികസേനയോടും വാണിജ്യത്തോടുമുള്ള സമീപനം അന്യായവും വിവേചനപരവുമാണ്. പനാമ ഈടാക്കുന്ന ഫീസ് പരിഹാസ്യമാണെന്നാണ് ട്രംപ് ശനിയാഴ്ച സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചത്. എന്നാൽ ട്രംപിന്റെ മുന്നറിയിപ്പ് പനാമ പ്രസിഡന്റ് ജോസെ റൗൾ മൊളീനോ തള്ളിക്കളഞ്ഞു. പനാമ കനാലിന്റെ ഓരോ ചതുരശ്ര മീറ്ററും അനുബന്ധ മേഖലയും പനാമയുടേതാണ്. അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യുമെന്ന് അദ്ദേഹം അർത്ഥശങ്കയില്ലാതെ എക്സിൽ വ്യക്തമാക്കി. ഞങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും അടിയറ വെക്കാനാവില്ല. ഓരോ പനാമക്കാരനും ലോകത്ത് എവിടെയായാലും അത് അവരുടെ ഹൃദയത്തിൽ പേറുകയും അത് ഞങ്ങളുടെ പോരാട്ട ചരിത്രത്തിന്റെ ഭാഗമാണെന്നും ജോസെ റൗൾ മൊളീനോ പറഞ്ഞു. അമേരിക്കൻ കപ്പലുകൾ കനാൽ വഴി പോകുന്നതിന്റെ അന്യായ നികുതി പനാമ ചുമത്തുന്നുവെന്നാണ് ട്രംപിന്റെ ആരോപണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സഖ്യകക്ഷിയായ പനാമയ്ക്ക് ട്രംപ് താക്കീത് നൽകിയത്. പനാമ കനാൽ മേഖലയിൽ ചൈനീസ് സ്വാധീനം വർദ്ധിക്കുന്നതിലും ട്രംപ് ആശങ്ക ഉയർത്തി. പനാമ ഇത്തരത്തിൽ അമിത നിരക്ക് ഈടാക്കുന്നത് അധിക്ഷേപമാണെന്നും പ്രത്യേകിച്ച് അമേരിക്ക പനാമയ്ക്ക് നൽകിയ ഭാഗമാണ് കനാൽ എന്ന് അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ പെരുമാറുന്നത് പരിഹാസ്യമാണെന്നും ട്രംപ് ആരോപിച്ചു. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താനല്ല കനാൽ വിട്ടുകൊടുത്തത്, അമേരിക്കയും പനാമയും തമ്മിലുള്ള സഹകരണത്തിന്റെ ഭാഗം മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അറ്റ്ലാന്റിക് സമുദ്രത്തിനെ പസഫിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്നതാണ് പനാമ കനാൽ. 1914 കനാൽ ഫ്രാൻസ് ഉപേക്ഷിച്ചതിന് ശേഷം അമേരിക്ക ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തീകരിക്കുകയായിരുന്നു. 81 കിലോമീറ്ററാണ് കനാലിന്റെ നീളം. 1999 കനാലിന്റെ നിയന്ത്രണം പൂർണ്ണമായും പനാമയ്ക്ക് കൈമാറിയിരുന്നു. പനാമ കനാലിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് അമിത നിരക്ക് ഈടാക്കുന്ന നടപടി തുടർന്നാൽ കനാലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് അരിസോണയിലെ അനുയായികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ ട്രംപ് പറഞ്ഞു.